പണ്ട് ചെയ്തിരുന്നത് ഈ രോഗം വന്നു കഴിയുമ്പോൾ ചാക്ക് പിന്നെ കമ്പിളിയോ ചാക്കോ ഇട്ട് പുതപ്പിക്കുക പശുവിനെ. ഈ ഭക്ഷണത്തിന് മടി കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പീരീഡിലേ വരുള്ളൂ. ഓക്കെ. ആദ്യമേ പശു നല്ല ഉന്മേഷത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ കാണാതെ വരും. തൈലേരിയുടെ ലക്ഷണങ്ങൾ എന്തെങ്കിലും നമുക്ക് ഒന്ന് പറഞ്ഞു പറയാം? തൈലേരിയെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഏകദേശ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തൈലേറിയ വരുന്ന പശുക്കളെന്ന് പറഞ്ഞാൽ കറവ പശുവിൻ്റെ ആണെങ്കിൽ പാൽ അല്പം കുറയാൻ തുടങ്ങും. ഓക്കെ. ഈ ഭക്ഷണത്തിന് മടി കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പീരീഡിലേ വരുള്ളൂ. ഓക്കെ. ആദ്യമേ പശു നല്ല ഉന്മേഷത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ കാണാതെ വരും. ഓക്കെ. അങ്ങനെ ശരീരം ശോഷിക്കാൻ തുടങ്ങും. പിന്നെ അത് വിവിധ തരത്തിലാണോ ഒരേ പശുവിൻ്റെ ലക്ഷണങ്ങൾ. ഓക്കെ. ചില പശുക്കൾക്ക് ഈ നടക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ട്. ഓക്കെ. ചിലതിന് കുളമ്പിൻ്റെ പൊക്കത്തിൽ അല്പം നീര് കാണിക്കും, ചില മുട്ടിന് നീര് കാണിക്കും, യോൻ്റെ ഭാഗങ്ങളിലൊക്കെ നീരുണ്ടാവും. പിന്നെ കണ്ണിൽ പീളാടി എന്നൊരു സ്വഭാവമുണ്ട്. കണ്ണ് ചുവന്നിരിക്കുന്നൊരു രീതിയുണ്ട്, കണ്ണ് വെള്ള നിറത്തി തന്നെ ഇരിക്കുന്നൊരു രീതിയുണ്ട്. കണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ടാവും. പിന്നെ മൂത്രം ചില പശുക്കളെന്നാൽ എല്ലാത്തിനുമല്ല, കാപ്പി കളറിൽ മൂത്രം പോകും, ബ്ലഡ് കളർന്നല്ലേ. അതുപോലെ ചിലത് മഞ്ഞ നിറം കൂടുതൽ കാണിക്കും, എന്നാൽ ചിലത് വെള്ളമൂത്രമായിരിക്കും. ഇത് ഒരു പ്രത്യേകത. പിന്നെ പശുവിന് വല്ലാത്തൊരു ദുർഗന്ധം പൊതുവെ ഉണ്ടാകും. ഒരു ദുർഗന്ധം വായിക്കും, മറ്റൊരു ദുർഗന്ധം ഉണ്ടാവും രോഗം ഉണ്ടെങ്കിൽ. ഉണ്ടാവും അല്ലേ? ഉണ്ടാകുന്ന കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ ചെള്ള് പട്ടുണ്ണിയൊക്കെ കഴിച്ച് ചെള്ളുവരിയാണുള്ള ഈ സാധനം ഉണ്ടാകുന്ന അത് ശ്രദ്ധിക്കുക എന്നുള്ള ഏറ്റവും വലുത്. പിന്നെ ഈ രോഗം ഒന്ന് പെട്ടെന്ന് കർഷകന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ്: പശു ക്ഷീണിക്കുക, പാല് കുറയുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ ഭക്ഷണത്തോടൊപ്പം മടുപ്പ് കാണിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിളക്കം ഉണ്ടാകുക. അങ്ങനെ കറവ പശുവിന് ഇപ്പോൾ ഒരു അകിട് വീക്കം പോലെ കണ്ടു, ഡോക്ടറെ വിളിച്ചു, ഇഞ്ചക്ഷൻ എടുത്തു, അത് മാറി. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വരും. അത് തൈലേറിയുള്ള പശുവിന് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഡോക്ടറെ ഇഞ്ചക്ഷൻ എടുത്ത് ആൻറ്റിബയോട്ടിക് അകിട് വീക്കം മാറി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ വന്നെങ്കിൽ വരുള്ളൂ. പക്ഷേ ഇത് ഇത്രയും ചെയ്തിട്ടും വീണ്ടും ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ കുറേശ്ശെ അകിട് വീക്കം, ഇങ്ങനെ അകിട് നീര് വരിക, വീക്കം കാണിക്കുക. അപ്പോഴും അകിട് വീക്കാണെന്ന് പറഞ്ഞ് ചികിത്സ നടത്തും. പക്ഷേ ആ പശുവിന് തൈലേറിയ ഉണ്ടെങ്കിൽ ഈ സംഭവം കാണിക്കും. അങ്ങനെയുണ്ടല്ലോ. അങ്ങനെയുണ്ട്. അപ്പോൾ അതിന് അകിട് വീക്കത്തിൻ്റെ ചികിത്സയിൽ തൈലേറിയ ഉണ്ടാകുന്ന ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കർഷകർ പശുവിന് എല്ലാം തൈലേറിയ ഉണ്ടാകുന്നുള്ള ഇതുപോലെ കുറേ ലക്ഷണങ്ങളുണ്ടെങ്കിലും കഴിയാവുന്നത്രയും ലാബിൽ പരിശോധിച്ച് ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ ആ ലാബിൽ റിസൾട്ട് എനിക്ക് അയച്ചു തന്നാലും തൈലേറിയക്ക് മരുന്ന് കൊടുക്കുക. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മൃഗാശുപത്രി ഡോക്ടറെ കാണിക്കുക. അപ്പോൾ അദ്ദേഹം പറയും തൈലേറിയ ആണ്, ഇത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ ഡോക്ടറെ കൊണ്ട് ചെയ്യാൻ അത് ചെയ്യിക്കാം, എൻ്റെത് വേണമെങ്കിൽ അത് ചെയ്യാം. അത് ചെയ്യാതെ കർഷകൻ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരുപാട് പശുക്കളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് പകരുന്ന രോഗമാണ്. അപ്പോൾ അതിനുള്ള ഇത് ഈ ചാണകക്കുഴി എപ്പോഴും അണുമുക്തമാക്കുക. അതിനകത്തുനിന്ന് രോഗാണുക്കൾ പകരാം. രോഗം വന്ന പശുവിൻ്റെ ചാണകവും മൂത്രവും കുഴിച്ചു മൂടുക എന്നുള്ളതാണ് നിർദ്ദേശം. അങ്ങനെയുണ്ടോ? ഇതിപ്പോൾ തൈലേറിയ എന്ന് പറഞ്ഞത് ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് പുതിയൊരു രോഗമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കൊരു 40-45 വർഷത്തെ പരിചയമുണ്ട് രോഗത്തിന്. ഈ രോഗത്തിന് പണ്ടുമാര് ചള്ളുപനി എന്ന് പറയുന്ന സാധനത്തിന് അന്ന് കൊടുത്തിരുന്ന മരുന്നുകളാണ് ഇന്നും കൊടുക്കുന്നത്. അതുകൊണ്ട് അതിലേറെ മാറുന്നത്. അല്ലാതെ ഇപ്പൊ പുതിയതായിട്ട് വന്ന രോഗമല്ല. ചള്ളുപനി പണ്ടുപോലെ ഉണ്ട്. പിന്നെ ഇത്രയും വ്യാപകമായിട്ടില്ലായിരുന്നു എന്നും അത്രയല്ലേ. കാരണം എന്താ വെച്ചാല് അടുത്തടുത്ത് പശുക്കളില്ല. ഇതുപോലെ വ്യാപകമായിട്ട് ഫാമുകളും പശുക്കളും ഇല്ല. അത് കാരണം ഒരകലങ്ങളിൽ നിൽക്കുന്ന കാരണം അങ്ങനെ പകർന്നു പിടിക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയത്. ചാണകത്തിൽ ചാര കളറിൽ ചാണകം പോകുന്നൊരു സ്വഭാവം വരും. ചില പശുക്കൾക്ക് ടാറ് ഉരുക്കിയ ശർക്കരപ്പാനി പോലെ. അത് ഏറ്റവും അവസാന കാലഘട്ടം ക്രിസ്റ്റിക്കൽ സ്റ്റേജ്. അത് ശർക്കരപ്പാനി പോലെ ചാണകം പോകാതെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ശർക്കര നല്ല പശപ്പുള്ള ഈ ടാറുരുക്കിയല്ലേ അതേപോലെ ചാണകം വരും. ആ അവസ്ഥ വളരെ മോശമാണ്. അതിനെ രണ്ടും കൽപ്പിച്ച് ചികിത്സിക്കേണ്ടി വരും. അതായത് ഏതാണെങ്കിലും അലോപ്പതി ആണെങ്കിലും അവസ്ഥ വന്നത് കർഷകൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. പക്ഷേ രോഗം എന്താണെന്നറിയാം. ഒരു ഒന്നാമത്തെ കാര്യം ബാഹ്യമായിട്ട് കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് എപ്പോഴും 1+ തുടങ്ങാൻ ചെയ്യുന്നതാണ് നല്ലത്, ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ കഴിവില്ലാതെ സംഭവം മാറും. എന്നാൽ മിക്കവാറും ഒരു 10 പശുവിന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു 6 പശുവിനും ചിലപ്പോൾ 1+ കാണിക്കാം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആണ്. എന്നാൽ ചില ആൾക്കാർ 1+ അല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് വരച്ച് വെച്ചോണ്ടിരിക്കും. അങ്ങനെ വെച്ചാൽ അത് കുറച്ച് ദിവസം 2+ ആരംഭത്തിലെ ഏതിനും ആരംഭത്തിൽ ചെയ്താൽ അത്രയും നല്ലത്. അത്രയും ശരീരം പശുവിൻ്റെ രോഗാണുക്കൾ കൂടാതിരിക്കും. അതാണ് ഏറ്റവും നല്ലത്. തൈലേറിയ ഇത് ഫസ്റ്റ് ഇതിങ്ങനെ എഴുതി തന്നെ വിടുന്നത് ആൾക്കാർക്ക് മനസ്സിലാകാനേ. ഇതാണ് ആദ്യത്തെ 5 ദിവസത്തെ ഡോസ്. വെറ്റിലയിൽ എഴുതിയെങ്കിലും
2+ഉം അതുപോലെ ഈ അനാസ്പ്ലാസ്മയൊക്കെ കൂടുതലുള്ളവർക്ക് ഇതിനകത്ത് 50 മില്ലി ബ്രാൻഡ് കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. റിസൾട്ട് വന്നിട്ടും ചോദിച്ചിട്ട് ഞാൻ പ്രത്യേകം പറയാറുണ്ട്. ഓക്കെ, ഇത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഇത് 5 ദിവസം ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഇത് കൊടുക്കേണ്ടത്. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിക്കണോണ്ടേ ആ ഒരു ഡബ്ബക്ക് എന്നാ വിലയാണ്, ഈ ഡബ്ബക്ക് എന്നാ വിലയാണ്. അങ്ങനെ അപ്പോൾ ഏതാണ്ട് ഇത് 2 ഡബ്ബ 2 വിലക്ക് വയ്ക്കുന്ന സാധനം പോലെ മനസ്സിലാക്കാഞ്ഞിട്ടാ. അങ്ങനെയല്ല, ഈ രണ്ടും തൈലേറിയുടെ മരുന്നാ. ഇത് രണ്ടും കൊടുത്തേ പറ്റൂ. ഈ ഡബ്ബ മാത്രം കൊടുത്ത് തൈലേറി മാറണ്ട, ഇത് മാത്രം കൊടുത്തുകൊണ്ട് മാറൂല. ഇത് ആരംഭം 5 ദിവസം ഇതും 7 ദിവസം ഇതും കൂടി കൊടുക്കുമ്പോൾ ഇത് മാറി പശുവിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വ്യത്യാസം വന്ന് ബ്ലഡ് കൂടി മാറും. അല്ലാതെ ഈ രണ്ടും രണ്ടായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. രണ്ടായിട്ട് കൊടുക്കുന്നു, രണ്ടും ഒരു രോഗത്തിന്റെ മരുന്നാ. പലരും ചോദിക്കുന്നുണ്ട് ആദ്യത്തെ ഒരു ഡബ്ബ കൊടുത്താൽ പോരെ, മറ്റത് പിന്നെ കൊടുത്താൽ പോരെ. അറിയാമായിട്ടാ വീഡിയോയിൽ കണ്ടല്ലേ. അപ്പോൾ വീഡിയോ കണ്ട ശരി, രണ്ടും ഒരു മരുന്നാണ്. ഒരു മരുന്നല്ല, 2 സൈസാ. 2 രീതിയിൽ കൊടുത്തേ പറ്റൂ. തൈലേറിയുള്ള പശുക്കളെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാ. ഇപ്പം ഞാൻ എഴുതി വിടാറുണ്ട്, പശുവിനെ കുളിപ്പിക്കരുത്, തണുപ്പേക്കരുതെന്ന്. സാധാരണ പശുക്കൾ ചൂട് കൊണ്ട് അണയ്ക്കുമ്പോൾ എല്ലാവരും ദേഹം നല്ലപോലെ തണുപ്പിക്കും. സാധാരണ രോഗമില്ലാത്ത പശുക്കൾ അപ്പോൾ അണപ്പല കുറയും. ശരിയാ. ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചാലും ആരും അറിവുള്ളവരോട് ചോദിച്ചാൽ നല്ലപോലെ കുളിപ്പിക്കുമെന്ന് പറയും. 4-5 പ്രാവശ്യം കുളിപ്പിക്കും. പക്ഷേ തൈലേറുള്ള പശുവിനെ കുളിപ്പിക്കാൻ പാടില്ല. ഇല്ലല്ലേ? പാടില്ല. തണുപ്പേക്കാൻ പാടില്ല. അതിന് 106-107 സെൽഷ്യസിൽ പിന്നെ ടെമ്പറേച്ചർ കാണിക്കും. അത് ആ രോഗത്തിനുള്ളതാ. ആ രോഗത്തിനുള്ളതാ. പാടില്ല, തണുക്കാൻ പാടില്ല. തണുത്ത് കഴിഞ്ഞാൽ പറ്റുന്ന അബദ്ധം പശുവിന് ശ്വാസം മുട്ടലും ഉണ്ടാകും, അണപ്പലും കൂടും. അങ്ങനെയാണല്ലോ. ഒരു കാര്യം അത് കാരണം ഞാനിങ്ങനെ പറയാറുണ്ട്. പിന്നെ ദേഹം ശുദ്ധിയാക്കാൻ അല്ല തുണി വെള്ളം മുക്കി ചാണകമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് കളയാം. അത്രേ ഉള്ളൂ. തണുപ്പ് കുറേ ദിവസം മരുന്ന് തീർന്നാൽ പോലും പറയാതെ പോലും 5-8 ദിവസം കൂടി കർഷകൻ സൂക്ഷിക്കുന്നത് നല്ലത്. തണുപ്പ് പറ്റില്ല. പണ്ട് ചെയ്തിരുന്നത് ഈ രോഗം വന്നു കഴിയുമ്പോൾ ചാക്ക് പിന്നെ കമ്പിളിയോ ചാക്കോ ഇട്ട് പുതപ്പിക്കുക പശുവിനെ. അങ്ങനെ ഉണ്ടാവുമല്ലേ? ശരീരം ചൂടായിരിക്കണമെങ്കിലും പുതപ്പിക്കുക. അവർക്ക് കുളിരാ. ഈ ശരീരം ചൂടാകണ്ടെങ്കിലും പശുവിന് കുളിരാണ്. ശരിയാണ്. ശരീരം അവർ നമുക്ക് നല്ല ടെമ്പറേച്ചറിൽ പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുളിര് തോന്നില്ലേ? നമ്മൾ പുതക്കൂലേ? അല്ലെ തീകായും അല്ലെ ചൂടാക്കൂലേ? എന്നാൽ നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. ഐസിൽ കിടന്നാൽ പറ്റുവാ? ഇല്ല, പറ്റില്ല. പശുവിന് പറയാൻ പറ്റുമോ എനിക്ക് തണുത്തിട്ട് വയ്യ നിങ്ങൾ വെള്ളം അടിക്കരുതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്ന്. രണ്ടാമത് ഇപ്പോൾ കറവയ്ക്ക് മുമ്പ് ഈ വെളുപ്പാൻ കാലത്തിന് 3 മണിക്കുള്ള കുളിപ്പിക്കൽ അത് ഭയങ്കര ദോഷമാണ്. അത് തൈലേറിയോ ഇല്ലാത്തതിനും ദോഷമാണ്. ശീലിച്ചു പോയതുകൊണ്ട് ചെയ്യും. പ്രത്യേകിച്ച് തൈലേറിയ പശുവിനെ അഥവാ കുളിപ്പിക്കണമെങ്കിലും സൂര്യൻ ഉദിച്ചൊക്കെ കഴിഞ്ഞ് അന്തരീക്ഷം ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മയത്തിന് കുളിപ്പിക്കാം. അത്രയും പാടുള്ളൂ. ഈ അണപ്പല് കണ്ട ഉടനെ തന്നെ വെള്ളം കോരി അങ്ങനെ ശരീരം തണുപ്പിക്കും. അപ്പോൾ പിറ്റേ ദിവസം അണപ്പല് കൂടും. പിന്നെ ഈ രോഗത്തിന് വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ കുറേ ജലാംശം വരും. അത് കണ്ട് പനിയാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇത് പോകേണ്ടതാണ്. അത് ഉള്ളിൽ നിന്നും വരുന്നൊരു ലാർവയാണ്. അത് വെളിയിൽ പോകേണ്ടതാണ്. അത് വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ പശുവിന് കുന്തിരിക്കുക സാമ്പ്രാണിയ അഷ്ടഗന്ധ കെട്ടി പോകാൻ ഞാൻ പറയുന്നത്. അങ്ങനെ അല്ലേ? ആ പുക ശ്വസിക്കണം. അത് അണനാശിനിയാണ് ആ പുക. അത് എന്നാൽ ഇത് വെളിയിൽ പോവുകയും ചെയ്യും. പശുവിൻ്റെ തലയ്ക്കും ശരീരത്തിനൊക്കെ ആശ്വാസം കിട്ടും. ഈ വെള്ളം വെളിയിലേക്ക് പോകണം. അങ്ങനെ പോകാതിരുന്ന അവസ്ഥ വന്നാൽ എന്നിട്ട് പനി പെട്ടെന്ന് മാറി പോകാതിരുന്നാൽ പറ്റുന്നത് ഈ പശുവിന് എപ്പോഴും കാസം എന്ന രസവും വരും. കാസശ്വാസം. ഈ രോഗത്തിന് മരുന്നൊക്കെ കൊടുത്ത് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ പശുവിന് എപ്പോഴും ഈ ശ്വാസം മുട്ടലും അണപ്പലും കതക്കലും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ അല്ലേ? അപ്പോൾ ആണ് തണുപ്പിക്കാൻ പാടില്ല. അതുപോലെ ഇത് മൂക്കിൽ നിന്നും വായിൽ നിന്നും കൂടി പോകേണ്ടതാണ്. ഇത് പോകേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്തത് വന്ധ്യത അല്ലേ? വന്ധ്യതയൊക്കെ നമ്മൾ ഇതുപോലെ പറഞ്ഞാണ് ഇപ്പോൾ ആൾക്കാർ ഒരുപാട് വായിക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരൊക്കെ ചന പിടിച്ചവരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. മിക്കവരും വിളിച്ച് പറയും 2 മാസം ആകുമ്പോൾ പശുവിനെ ഹീറ്റായില്ലേ വിളിച്ച് പറയും. നമ്മൾ ഹീറ്റായില്ലെങ്കിലും നിങ്ങൾ വന്നേ ബ്ലഡ് പരിശോധിക്കുക, അല്ലെ എല്ലേനെ വിളിച്ചിട്ട് 2 മാസം കഴിയുമ്പോൾ ബ്ലഡ് ചനയുണ്ടാകുന്ന ഉറപ്പ് വരുത്തണം. ചില പശു 5 ദിവസമൊക്കെ അനങ്ങാതെ നിൽക്കും. പിന്നെ നോക്കുമ്പോൾ ചനയില്ലാതെ വരുന്നത്. കാരണം എപ്പോഴും 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിനകം നിങ്ങൾ ചനയുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊള്ളാം. അത് പിടിച്ചില്ല നിങ്ങൾ വിളിക്കേ, വേണമെങ്കിൽ മരുന്ന് ഉച്ചൂടി തരണം, ഞാൻ തരാം. ഫ്രീ ആയിട്ടും വേണേൽ തരാം, കുഴപ്പമില്ല. ഞാൻ തന്നതല്ലേ, എൻ്റെ മരുന്ന് കൊടുത്ത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും കാണിച്ചില്ല. ഇത് തന്നെ മരുന്ന് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഒരു അടയാളം വെച്ചിട്ടുണ്ടേ, അളവ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് പഴത്തിനകത്ത് ഒരു ദിവസം വെച്ച് കൊടുത്താൽ മതിയല്ല.
വരും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെയാണ് വിളിച്ചിട്ട് 2 മാസം 3 മാസം ചന പിടിച്ചു, ചനയായി കേട്ടാ നന്ദിയുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആണല്ലേ? കുറേ പേര് മിണ്ടത്തില്ല, അത് നേരെയില്ല, അതുകൊണ്ടായിരിക്കാം. എന്തായാലും അത് പറയുമ്പോൾ നമുക്കൊരു മനസ്സന്തോഷം ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് പറയാമോ? ഇത് 700 രൂപ, ഈ 40 ദിവസം വരുന്നത് 700 രൂപ, 80 രൂപ കൊറിയർ ചാർജും ആവും. ഓക്കെ. പിന്നെ ഇതാ ഈ തൈലേരിയല്ലേ, തൈലേരിയ ഈ 2 ഇതും കൂടി 800 രൂപ. 800 രൂപ. 800 രൂപ. ഇത് 80 രൂപ, വെയിറ്റ് കുറയാണ്ട് 80 രൂപ, 100 രൂപ കൊറിയർ ചാർജ് വരും. പിന്നെ നമ്മുടെ അരിമ്പാറ ഈ ഹാഫ് ഇതാണെങ്കിൽ 250 രൂപ. 250. ഇത് 500 500 പ്ലസ് കൊറിയർ ചാർജ് വരും. ഓക്കെ.